good afternoon to all. I would like to welcome all attendees today to the 34th webinar conducted by ASAP. The topic we will be discussing today is about the job prospects in the health sector post-COVID-19. And to share her views on the subject, we have with us today a 2014 batch IAS officer belonging to the Kerala cadre. She is a qualified doctor from the Christian Medical College, Vellore, an artist, a classical singer, the actor, dancer, and a successful author. She is known for her very innovative administrative skills, which has even surprised her senior IAS officers. I would like to welcome the very versatile S. Iyer IAS, who is the Mission Director of Mahatma Gandhi National Rural Employment Guarantee Scheme, to interact with us for the next 1 hour. Thank you so much, Juby, for those rather generous words of introduction. Good evening, one and all. Today, we are going to look at നമുക്ക് ഇന്ന് ഇതിന് ശേഷം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി നൽകുന്നത്. കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇന്ന് ആരോഗ്യ രംഗത്ത് മുന്നിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട്. നമുക്ക് അതിൻ്റെതായ ഇന്നലെയിലേക്കും ഇന്നത്തേക്കും നാളത്തേക്കുമുള്ള കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ നമ്മുടെ പാരമ്പര്യം ഇതിനായിട്ട് ഒരു വലിയ അടിത്തറ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ആയുർവേദവും നാട്ടുവൈദ്യവും ഒക്കെ പ്രചരണത്തിനുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആധുനിക വൈദ്യശാസ്ത്രത്തെ ഉണർന്ന ഒരു ജനതയാണ് മലയാളികൾ, കേരളം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനേറെ 1879 ഓർക്കുക, 1879, അതായത് 19-ാം നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ തിരുവിതാംകൂറിൽ ഒരു രാജകീയ വിളംബരം ഉണ്ടായിരുന്നു. എന്തിനാണെന്നോ, സർക്കാർ ജീവനക്കാരും വിദ്യാർത്ഥികളും ജയിൽ നിവാസികളും ഒക്കെ നിർബന്ധമായി വാക്സിൻ എടുക്കണം എന്നുള്ളതിനായിരുന്നു ആ രാജകീയ വിളംബരം. ഒരുപക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള ഒരു വസ്തുതയായി തോന്നി എന്നിരിക്കാം. എന്നാൽ ഭാരതത്തിൽ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ശക്തിയുണ്ടായിരുന്ന ഒരു പക്ഷേ ഏക രാജ്യം അന്ന് നമ്മുടെ നാട്ടുരാജ്യം തന്നെയായിരുന്നു. അതിനുശേഷം 1928 നമ്മൾ ഒരു സർവേ നടത്തുകയുണ്ടായി, സാമൂഹിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊരു സർവേ. ഫൈലേറിയാസിസും കുക്കുവമും ഒക്കെ നമ്മുടെ നാട്ടിൽ രോഗാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു പബ്ലിക് ഹെൽത്ത് സർവേ നടത്തുവാനായി 1928 നമ്മുടെ രാജ്യം തുനിഞ്ഞത്. എന്തിനേറെ, നമ്മൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ജനറൽ ഹോസ്പിറ്റലിനെ കുറിച്ച് കേൾക്കാറുണ്ട്, വളരെ അഭിമാനപൂർവ്വം അതിന്റെ മുന്നിലൂടെ കടന്നു പോകാറുണ്ട്. ഇവയെല്ലാം തന്നെ ഒരു പക്ഷേ 150 വർഷങ്ങളിലേറെ പഴക്കമുള്ളവയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന മറ്റൊരു വസ്തുതയും കൂടിയാണ്. എന്റെ മുത്തശ്ശൻ ശ്രീ ധർമ്മരാജ് അയ്യർ, ഇന്ന് മുത്തശ്ശൻ ഈ ഭൂമിയിലില്ല, എങ്കിലും മുത്തശ്ശൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു. അദ്ദേഹം മലേറിയയെയും കോളറയെയും ഒക്കെ ചെറുത്തു നിർത്തുവാനായി പൊതുപ്രവർത്തനം നടത്തിയതിന്റെ വീരഗാഥകൾ കുഞ്ഞായിരുന്ന എനിക്ക് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. അതെല്ലാം ഒരു പക്ഷേ ആരോഗ്യരംഗത്തിൽ പ്രവർത്തിക്കുവാൻ എനിക്കൊരു വലിയ പ്രചോദനം തന്നെയായിരുന്നു എന്ന് ഞാൻ ഇന്നും വളരെയധികം സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കഥയുണ്ടായിരുന്നു, ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിനെ കുറിച്ചുള്ള ഒരു കഥ. ആരാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് എന്ന് ഇന്നത്തെ തലമുറയിലെ എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിയുവാനും കൂടെയാണ് ഞാൻ പറയുന്നത്.
കേരളത്തിൽ നിന്നും ആദ്യമായി ഒരു വനിത ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂറിന്റെ ആസ്ഥാന സർജൻ ജനറൽ 1938 അവർ സർജൻ ജനറൽ ആകുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു വനിത ആദ്യമായി സർജൻ ജനറൽ ആകുന്ന ഏക നാട്ടുരാജ്യവും നമ്മുടേത് തന്നെ. ആ കാലഘട്ടത്തിൽ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഏകദേശം 1.6 മില്യൺ ജനങ്ങൾക്ക് ആധുനിക വൈദ്യശാസ്ത്രവുമായി എന്തെങ്കിലും ഒരു സമ്പർക്കം പുലർത്തുവാനുള്ള അവസരം നമ്മുടെ രാജ്യം നൽകിയിരുന്നു എന്ന് തന്നെയാണ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിനെ പോലെ തന്നെ അനേകം വനിതകൾ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുവാൻ അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുവന്ന കഥയായിരുന്നു മുത്തശ്ശൻ എനിക്ക് പറഞ്ഞു തന്നത്. ഒരു പക്ഷേ ആ കഥകളൊക്കെ എവിടെയെങ്കിലും എന്റെ മനസ്സിന്റെ കോണിൽ ഇനി എന്ത് പഠിക്കണം എന്നുള്ളത് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നതാണ്. വനിതാ ഡോക്ടർമാരെ കുറിച്ച് പറയുമ്പോൾ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു സ്ത്രീ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഡോക്ടർ ഐഡ സ്കഡർ. ആരാണ് ഡോക്ടർ ഐഡ സ്കഡർ എന്നും കൂടി ഞാൻ പറയാം. ആമുഖത്തിൽ പറഞ്ഞായിരുന്നു, ഞാൻ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലായിരുന്നു എന്റെ MBBS പഠനം പൂർത്തിയാക്കിയതായാണ്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നുള്ള ഒരു വൻമരം സൃഷ്ടിക്കുവാനുള്ള വിത്തുപാകിയതും അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷണം നൽകിയതും ഡോക്ടർ ഐഡ സ്കഡർ ആയിരുന്നു. അവരുടെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു. എന്നിട്ട് പോലും തമിഴ്നാട്ടിൽ അവരുടെ പിതാവിന്റെ കൂടെ അവർ ഒരു ചെറിയ പെൺകുട്ടിയായി ജീവിച്ചിരുന്നപ്പോൾ ഒരു രാത്രി സംഭവിച്ച ചില സംഭവ വികാസങ്ങൾ അവരുടെ സ്വപ്നങ്ങളെ മാറ്റിമറിക്കുകയായിരുന്നു. അന്ന് രാത്രി അവരുടെ വീട്ടിൽ 3 പേർ വന്ന് സഹായം അഭ്യർത്ഥിച്ചു. 3 സ്ത്രീകൾ ഗർഭിണികളായി അവരുടെ പ്രസവ ശുശ്രൂഷയ്ക്കായിട്ടുള്ള സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ പ്രസവം നോക്കാൻ ഐഡ സ്കഡറിന്റെ പിതാവ് ഒരു പുരുഷനായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അന്ന് അവർ ഒരു ഡോക്ടർ ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തെ അനുവദിച്ചില്ലായിരുന്നു. ആ 3 സ്ത്രീകളും രാത്രി പ്രസവത്തിനിടയിൽ ഉണ്ടായ സങ്കീർണതകളിൽ മരണം പ്രാപിക്കും. ഇതെല്ലാം കണ്ടുകണ്ടിരുന്ന, ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചിരുന്ന ആ ചെറിയ പെൺകുട്ടി ഡോക്ടർ ഐഡ സ്കഡർ സമൂഹത്തിന് എന്തെങ്കിലും ഒരു സഹായം തന്നെ കൊണ്ട് ചെയ്യാനാകണം എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അവർ അതിനുശേഷം വിദേശത്ത് പോയി വൈദ്യശാസ്ത്ര രംഗത്ത് തനിക്ക് പഠിക്കാവുന്നതെല്ലാം പഠിച്ചതിന് ശേഷം ഒരു ഡോക്ടറായി അദ്ദേഹം തിരിച്ച് അതേ ഗ്രാമത്തിൽ വന്ന് ഒരു ചെറിയ ക്ലിനിക്ക് ആദ്യം തന്നെ ആരംഭിക്കുകയുണ്ടായി. ആ ഒരു ചെറിയ ക്ലിനിക്കാണ് 1900, അതായത് 1900 എന്ന വർഷത്തിൽ ആ ഒരു ചെറിയ ക്ലിനിക്ക് അവർ ആരംഭിച്ചുവെങ്കിലും അവിടെ നിന്നും വളർന്ന് വലുതായി പന്തലിച്ച് ഇന്ന് ഭാരതമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി എന്റെയും കൂടി കോളേജായ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് അഭിമാനപൂരിതയാകാൻ മാത്രമല്ല, മറിച്ച് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു ചെറിയ സന്ദേശം ഡോക്ടർ ഐഡ സ്കഡറിന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഉണ്ട് എന്നുള്ളത് പറയാനും.
ആ സന്ദേശം ഇത്രയേ ഉള്ളൂ. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരും ബോധവതികളുമാകുന്നു എന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അതിലെവിടെയോ ഒരു അവസരം ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കണ്ണും കാതും മനസ്സും എല്ലാം എപ്പോഴും നാം തുറന്നു വെക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെയും പ്രകൃതിയുടെയും എല്ലാം അനുഭവങ്ങളും അവരുടെ ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ നമുക്ക് പങ്കുചേരുവാനും അതിനെന്തെങ്കിലും ഒരു പരിഹാരം നമ്മളാലാകുന്നത് നൽകുവാനും നമുക്ക് സാധിക്കും എന്നുള്ള ഒരു സന്ദേശം. അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ അനുഭവം മതിയാകും ഒരു പക്ഷെ നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്പാർക്ക് എന്ന് നമ്മൾ പറയുകയും നമ്മുടെ ഉള്ളിലെ ഒരു തീജ്വാലയ്ക്ക് തിരികൊളുത്തുവാനായിട്ട്. അതിനാൽ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളോടും എനിക്ക് പറയുവാനുള്ള ആദ്യത്തെ കാര്യം ഇതാണ്. എപ്പോഴും ഏത് രംഗത്താണെങ്കിലും, ആരോഗ്യരംഗമായാലും മറ്റേത് രംഗമായാലും, എല്ലാത്തിനും അടിത്തറ പാകുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സാണ്, നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവമാണ്. അതിനാൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തെ നോക്കി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാതും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കരങ്ങളും എപ്പോഴും തുറന്നു തന്നെ ഇരിക്കണം എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എന്താണ് ഞാൻ ആയിത്തീരേണ്ടത് എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും എല്ലാവരെയും അലട്ടുന്ന ഒരു വിഷയമായിരിക്കും. ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കുവാനായി പലരും പല ടെക്നിക്സും പല സ്ട്രാറ്റജീസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡോക്ടർ ഐഡ സ്കഡറിന്റെ ജീവിത അനുഭവം എന്നുള്ളത് പോലെ തന്നെ ഒരുപക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും അധികം പ്രയോജനപ്രദമായി തോന്നിയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. അത് ആദ്യം നിങ്ങളുമായി പങ്കുവച്ചതിന് ശേഷം നമുക്ക് സാങ്കേതിക കാര്യങ്ങളിലേക്ക് കിടക്കാം. വളരെ ലളിതമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇക്കിഗായ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ജപ്പാനിലെ തത്വശാസ്ത്രജ്ഞരും മനഃശാസ്ത്രജ്ഞരും ചേർന്ന് അവർ പ്രചരിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇക്കിഗായ്. ഇക്കിഗായിൽ വളരെ ലളിതമായിട്ടുള്ള 3 ചോദ്യങ്ങൾ നമ്മോട് സ്വയം ചോദിക്കുവാനായി പറയുന്നു. ഈ 3 ചോദ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, എന്താണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരം? ഞാൻ ചെയ്യുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നത് എന്താണ്? അതൊരു പക്ഷേ സംഗീതമാകാം, ഒരു പക്ഷേ എഴുത്താകാം, ഒരു പക്ഷേ സംസാരിക്കുന്നതാകാം, ജനങ്ങളുമായി ഇടപഴകുന്നതാകാം, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളുമായി ലാപ്ടോപ്സും കമ്പ്യൂട്ടേഴ്സും റോബോട്ടിക്സും ഒക്കെ നിറഞ്ഞ സാങ്കേതിക വിദ്യയാകാം. അങ്ങനെ നമ്മുടെ ഇഷ്ടം എന്താണ് എന്നുള്ളത് ആദ്യം സ്വയം ചോദിക്കുക. അതിനെ ഞാൻ പ്രിയം എന്ന് പേരിടാം. അപ്പൊ ആദ്യത്തേത് പ്രിയം. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രാപ്തം. നമുക്കൊരു കാര്യം വലിയ ഇഷ്ടമായിരിക്കാം, എന്നാൽ അത് ചെയ്യുവാനുള്ള പ്രാപ്തി എനിക്കുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഒരു പക്ഷെ എനിക്ക് സംഗീതം ഒരുപാട് ഇഷ്ടമായിരിക്കും, പക്ഷെ പാട്ട് പാടുവാൻ അത്രയ്ക്ക് പ്രാപ്തിയില്ലയോ കഴിവില്ലയോ എന്നുള്ള ഒരു സംശയം എനിക്ക് തന്നെ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ആ ഒരു പുതിയ കഴിവ് ആർജിച്ചെടുക്കുവാൻ സാധിക്കുമോ എന്ന്, അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് ഏറ്റവും അധികം കഴിവുള്ള വിഷയം ഏതാണ്, മേഖല ഏതാണ് എന്നുള്ളത് നോക്കുക. അപ്പൊ ആദ്യത്തേത് പ്രിയം, രണ്ടാമത്തേത് പ്രാപ്തം. ഇനി മൂന്നാമത്തെ ചോദ്യം പ്രസക്തം. എനിക്കൊരു കാര്യം വളരെ ഇഷ്ടമായിരിക്കാം, ചെയ്യുവാൻ നല്ല രീതിയിൽ അത് നിറവേറ്റുവാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ എനിക്കുണ്ടായിരിക്കാം, എന്നാൽ ഈ ലോകത്തിന് അത് പ്രസക്തമാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നാം പലപ്പോഴും നമ്മുടേതായ സ്വാർത്ഥ മനോഭാവത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു എന്ന് വരാം. പക്ഷെ ആ ഒരു പ്രവൃത്തിക്ക്
എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിനും ഈ ലോകത്തിനും സഹായകരമായി തീരുന്ന ഒരു പ്രവൃത്തിയായിരിക്കണം. അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ലോകത്തിൽ പ്രസക്തമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കണം. അങ്ങനെ 3 ചോദ്യങ്ങൾ: പ്രിയം, പ്രാപ്തം, പ്രസക്തം. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം ഒരു മുനയിൽ, ഒരു പോയിന്റിൽ എവിടെ വന്ന് നിൽക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം, യഥാർത്ഥ ഉദ്യമം എന്നാണ് ഇക്കിഗായ് നമ്മൾ പഠിക്കുന്നത്. എന്റെ ജീവിതത്തിലും ഇക്കിഗായുടെ ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നുവരെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ പല മേഖലകളിൽ താല്പര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ചെറിയ ടെക്നിക് ഗുണകരമാകും, ഉപയോഗപ്രദമാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു ചെറിയ ഇക്കിഗായ് രഹസ്യം നിങ്ങളുമായി ഇന്ന് പങ്കുവച്ചത്. ഈ 3 ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലെ 3ാമത്തെ ചോദ്യം പ്രസക്തം എന്നുള്ളതിൽ ഐകകണ്ഠേന എല്ലാവരും ഉത്തരം പറയുക ആരോഗ്യരംഗം എന്ന് തന്നെയായിരിക്കും, അല്ലെ? കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇന്ന് മാറി മറിഞ്ഞിരിക്കുകയാണ്. കൊറോണ വൈറസ് എന്നുള്ള ഒരു സൂക്ഷ്മാണു കാരണം നമ്മൾ എല്ലാവരും ഇന്ന് നമ്മുടെ ജീവിത രീതികൾ വരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ, ഒരുപക്ഷെ നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് ഇതുപോലെ ഒരു സംവാദം ഉണ്ടാവുന്നതിന് പകരം നമ്മൾ ഇന്ന് സാങ്കേതിക വിദ്യയിലൂടെ, ഈ വെബിനാറിലൂടെ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ പല മുഖങ്ങളിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ച നമ്മുടെ തലമുറ സാക്ഷ്യം വഹിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ മഹാമാരി. അതിനാൽ തന്നെ ഇതിനു ശേഷം നാം മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യരംഗത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനാവുക എന്നുള്ള ചോദ്യത്തിനാണ് ഏറ്റവും അധികം പ്രസക്തി ഇന്നത്തേക്ക് ഉള്ളത്. അതിന് ചില ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് ഇനി വെബിനാറിലൂടെ ശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ സേവനം നാം തേടിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള സേവനങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ ലഭിക്കാവുന്ന അവസരങ്ങളെ കുറിച്ച് സംസാരിക്കാം. നമുക്കൊരു അസ്വസ്ഥത, ഒരു ശാരീരിക അസ്വസ്ഥത വരുന്നു എന്നുണ്ടെങ്കിൽ, ഒരു പനി വന്നു, അല്ലെങ്കിൽ ഒരു ചുമ വന്നു, ഒരു വയറുവേദന വന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ ഒരുപാട് വ്യക്തികളെ അവിടെ നാം കാണാറുണ്ട്. അതിൽ എത്ര പേരെ നാം ശ്രദ്ധിച്ച് സൂക്ഷ്മമായി കാണുന്നു. പക്ഷെ ഒരു ആശുപത്രി എന്നുള്ളത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നഴ്സോ മാത്രം വിചാരിച്ചാൽ അതിനു പിന്നിൽ ഒരുപാട് വ്യക്തികൾ, ഒരുപാട് സേവനങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കി. നാം ആദ്യം ഒരു ആശുപത്രിയിൽ കയറി ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവരെ ആയിരിക്കും ആദ്യം കാണുക, അതായത് റിസപ്ഷൻ. അവിടെ നിന്നും നാം ഒരു OP ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുമ്പോൾ വീണ്ടും ഒരുപക്ഷെ ആദ്യം ഒരു നേഴ്സ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അതിനുശേഷം നാം ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ നിന്നും ഒരു എക്സ്റേ എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നാം വീണ്ടും അതിൻ്റെതായ ലാബിലേക്ക് പോകുന്നു. അവയെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറിച്ച് തരുന്ന മരുന്നുകൾ വാങ്ങിക്കുവാനായി ഫാർമസിയിലേക്ക് പോകും. അവിടെ നിന്ന് തിരിച്ചറിയും. അപ്പൊ ഈ ഒരു നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറിയ വൃത്തം നമ്മൾ നോക്കിയാൽ തന്നെ എത്ര വ്യത്യസ്തമായ മേഖലകളാണ് അല്ലെങ്കിൽ ഉദ്യോഗങ്ങളാണ് ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. കേരളത്തിൽ നിന്നും
ഒരു പക്ഷേ ലോകമെമ്പാടും ഏറ്റവും അധികം പുറത്തേക്ക് പോകുന്ന പ്രവാസികളുടെ ഒരു ജോബ് പ്രൊഫൈൽ നാം നോക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അധികം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മേഖല നഴ്സിംഗ് മേഖലയാണ്. തീർച്ചയായും ആരോഗ്യരംഗത്ത് ഇന്ന് ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഒരുപാട് മലയാളി നഴ്സുമാർ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുവാനായി വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹകരണവും എല്ലാ സഹായങ്ങളും ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും ആ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്ന ആത്മാർപ്പണത്തോടുകൂടി സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ നഴ്സുമാരെയും എല്ലാ ഡോക്ടർമാരെയും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരു നിമിഷം നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എല്ലാവർക്കും വളരെയധികം പരിചിതമായിട്ടുള്ള രണ്ട് മേഖലകളായിരിക്കും MBBS ചെയ്ത് ഒരു ഡോക്ടർ ആവുക എന്നുള്ളത്, അതിനുശേഷം നഴ്സിംഗ് പഠിക്കുക, നഴ്സ് ആവുക. എന്നാൽ ഇതിലുപരിയായി ആരോഗ്യരംഗത്ത് ഒരുപാട് പുതിയ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും ഒരുപക്ഷെ ഡോക്ടർ ആകുവാനും നഴ്സ് ആകുവാനും സാധിച്ചു എന്ന് വരില്ല. എന്നാൽ അവയോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവയെക്കാളും ഒരുപക്ഷെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് ഉദ്യോഗങ്ങൾ ഇന്ന് നമ്മുടെ ആരോഗ്യരംഗത്ത് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ എടുത്തു നോക്കിയാൽ നമ്മൾ നമ്മുടെ GDP-യുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന GDP-യുടെ ഒരുപക്ഷെ 1.29% മാത്രമേ ആരോഗ്യരംഗത്തിനായി നാം മാറ്റിവെക്കുന്നു. ഇത് തന്നെ അത്ര ആരോഗ്യകരമാണോ എന്നുള്ള ചോദ്യം പലയിടങ്ങളിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സൂചിക എന്നുള്ളത് കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ പൊതുജനാരോഗ്യം എന്നുള്ളത് തന്നെയാണ്. സാമൂഹിക ആരോഗ്യം അല്ലെങ്കിൽ പൊതുജനാരോഗ്യം, പബ്ലിക് ഹെൽത്ത് എന്നുള്ളത് മറ്റേതൊരു ദിവസത്തെക്കാളും മറ്റേതൊരു നൂറ്റാണ്ടിനേക്കാളും ഏറ്റവും അധികം പ്രസക്തമുള്ളൊരു നൂറ്റാണ്ടും പ്രസക്തമുള്ളൊരു വർഷവും പ്രസക്തമായിട്ടുള്ള ഒരു ദിവസവും ഇന്ന് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പക്ഷേ കഴിഞ്ഞ തലമുറയിലുള്ള ആളുകൾക്ക്, നമ്മുടെയൊക്കെ അച്ഛനമ്മമാർക്കും മുത്തശ്ശന്മാർക്കും ഒക്കെ ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ. കുടുംബ ഡോക്ടർ, എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് അറിയാവുന്ന, തലമുറകളായി നമ്മളെ അറിയാവുന്ന, നമ്മളെ പരിചരിച്ചിരുന്ന ഒരു ഡോക്ടർ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായി കാണണം ഏതെങ്കിലും ഒരു അവസരത്തിൽ. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ മെഡിസിൻ വളരെയധികം മുന്നോട്ട് വളരെയധികം വേഗത്തിൽ കുതിച്ചു പാഞ്ഞതോടെ ആ ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ള ഒരു ആശയത്തിന് ഒരല്പം വഴിമാറിക്കൊടുക്കേണ്ടി വന്നു. അതിൽ നിന്നും നാം അടുത്തതായി മുന്നോട്ട് പോയത് സ്പെഷ്യാലിറ്റീസിലേക്കാണ്. മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലും സ്പെഷ്യലൈസ് ചെയ്യുന്ന ഓരോ ഡോക്ടർ, അതിൽ നിന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നുള്ള ഒരു രംഗത്തിലേക്ക് കണ്ണിന് വേണ്ടി ഒന്ന്, ചെവിക്ക് വേണ്ടി ഒന്ന്, നമ്മുടെ തലയ്ക്ക് വേണ്ടി ഒന്ന്, കൈകൾക്ക് വേണ്ടി ഒന്ന്, ഹൃദയത്തിന് വേണ്ടി ഒന്ന് എന്നിങ്ങനെ പല ഭാഗങ്ങൾക്കായി ഓരോരോ സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും വളർന്നുകൊണ്ടേ. ഇതിനിടയിൽ ആദ്യത്തെ ആ ആശയം എവിടെയോ കുറിച്ച് പുറകിലേക്ക് മാറി. എന്നാൽ അതിൽ നിന്നും വീണ്ടും നാം നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് കുറച്ചുകൂടി വിശാലമാക്കിക്കൊണ്ട് ഇന്ന് വീണ്ടും കമ്മ്യൂണിറ്റി ഹെൽത്ത് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എന്നുള്ളതിലേക്ക് വന്നു നിൽക്കുകയാണ് ഈ ഒരു കോവിഡ് പ്രതിസന്ധിയിലൂടെ വീണ്ടും. അതിലുപരിയായി മെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരമായി അതിനെ തിരിക്കാൻ സാധിക്കും. ഒന്ന് ക്യൂറേറ്റീവ് മെഡിസിൻ, രണ്ട് പ്രിവെന്റീവ് മെഡിസിൻ. ക്യൂറേറ്റീവ് മെഡിസിൻ രോഗം വന്നതിന് ശേഷം അതിനെ ചികിത്സിച്ച് ഭേദമാക്കും. പ്രിവെന്റീവ് മെഡിസിൻ എന്നുള്ളത്
രോഗം വരാതെ അതിനെ ചെറുത്തു നിർത്തുവാനുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യും. ഇന്ന് നാം ക്യൂറേറ്റീവ് മെഡിസിനിൽ നിന്നും വീണ്ടും പ്രിവെന്റീവ് മെഡിസിനിലേക്ക് കൂടുതൽ ശക്തമായിക്കൊണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകവും. പ്രിവെന്റീവ് മെഡിസിൻ എന്നുള്ളത് അല്ലെങ്കിൽ പ്രതിരോധം. നാം ഇന്ന് നമുക്ക് ചുറ്റും കോവിഡ് ജാഗ്രത, കോവിഡ് പ്രതിരോധം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിന് അടിത്തറ പാകുന്ന ഒന്നാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത്, പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഈ ഒരു മേഖലയിൽ തന്നെ ഒരുപാട് ഉദ്യോഗങ്ങൾ നമുക്കിന്ന് ലോകത്ത് സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷം തീർച്ചയായിട്ടും ഇതിന്റെ പ്രാധാന്യം ഇനിയും വർദ്ധിക്കുകയേ ഉള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് കോഴ്സുകൾ ഇതിനു വേണ്ടി ഇന്ന് പല യൂണിവേഴ്സിറ്റികളും സംജാതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് MPH എന്നുള്ളതാണ്. ഇനി പബ്ലിക് ഹെൽത്തിൽ തന്നെ പല ശാഖകളായി നമുക്ക് കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ സാധിക്കും. പബ്ലിക് ഹെൽത്തിൽ ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ പ്രിവെന്റീവ് മെഡിസിൻ അല്ലെങ്കിൽ പ്രതിരോധം. ഈ പ്രതിരോധത്തിൽ തന്നെ എന്തൊക്കെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന്, പ്രതിരോധത്തിനായി നല്ല ജീവിതചര്യ സ്വീകരിക്കുക എന്നുള്ളത്. അതിനായി സഹായിക്കുന്ന വ്യക്തികളാണ്, പ്രൊഫഷണൽസ് ആണ് ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എക്സ്പെർട്സ് എന്ന് പറയുന്നത്. നാം എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിച്ചുകൂടും, ഓരോരുത്തരുടെയും ശരീരത്തിനെയും ശരീരഘടനയെയും ജൈവഘടനയെയും ആസ്പദമാക്കി എന്ത് ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത്, എന്താണ് കഴിക്കേണ്ടാത്തത്, എന്ത് ജീവിതചര്യയാണ് നാം ഓരോരുത്തരും എത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വിശകലനം ചെയ്യുന്ന വ്യക്തിയാണ് ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എക്സ്പെർട്ട് എന്ന് പറയുന്നത്. ഇന്ന് ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് എന്നുള്ളത് ലോകമെമ്പാടും വളരെയധികം പ്രസക്തി നേടിക്കൊണ്ടിരിക്കുന്ന, വളരെ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗമാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കിയാൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി പ്രതിരോധത്തിന്റെ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വാക്സിൻ എന്നുള്ളതാണ്. നമുക്ക് കൊറോണ വൈറസ് പോലുള്ള ധാരാളം അണുക്കളെ ചെറുത്തു നിർത്തുവാനുള്ള വാക്സിനുകൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ലോകത്ത് 29ഓളം വാക്സിനുകൾ എല്ലാ രാജ്യങ്ങളിലും നാം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അണുക്കൾ ഒരുപക്ഷെ നമ്മളെക്കാളും വേഗത്തിൽ പുരോഗമിക്കുന്നത് കൊണ്ടായിരിക്കും ചില അണുക്കൾക്ക് നമുക്ക് വാക്സിൻ കണ്ടുപിടിക്കാനായിട്ടില്ല. ഇതും വളരെയധികം അവസരങ്ങൾ ഒരുക്കി തരുന്ന ഒരു മേഖലയാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിനായി തീർച്ചയായിട്ടും നമുക്ക് ഗവേഷണം എന്നുള്ളത് ഒരു വലിയ പങ്ക് ഇതിൽ വഹിക്കുന്ന ഒന്നാണ്. ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും അത് മനുഷ്യനെ സേവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് പണ്ട് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു. അത് ഓർത്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. തീർച്ചയായിട്ടും വാക്സിനേഷൻ എന്നുള്ളത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ഇന്ന് നമുക്കുണ്ടാകുന്നത്. ഇതിൽ എങ്ങനെയാണ് ഗവേഷണം ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് ലാബുകൾ ആവശ്യമായ തോതിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുക എന്നൊക്കെ വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിരിക്കും. പ്രതിരോധത്തിന്റെ മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ക്രീനിങ് ആൻഡ് സർവേലൻസ് എന്നുള്ളതാണ്. ഇതിനായി നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു വിഷയം എപ്പിഡെമിയോളജി. എപ്പിഡെമിയോളജി എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രമുള്ള രോഗലക്ഷണങ്ങളെയല്ല, മറിച്ച് ഒരു സമൂഹത്തിൽ ആ രോഗം എങ്ങനെയാണ് പടരുന്നത്, അതെങ്ങനെയാണ് വർദ്ധിക്കുന്നത്, അതിനെ എങ്ങനെ നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കും എന്നൊക്കെയുള്ള വിഷയങ്ങൾ വളരെ വിശദമായി പഠിച്ചുകൊണ്ട് തന്നെ അവയുടെ കണക്കുകൾ സഹിതം
എടുത്തുകൊണ്ട് ഇനി ഭാവിയിൽ ഈ രോഗം എങ്ങനെയാണ് മുന്നോട്ട് പോവുക, അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് എപ്പിഡെമിയോളജി. ഇന്നും നമ്മളെല്ലാവരും ഇപ്പൊ ഒരുപാട് ഗ്രാഫുകൾ കണ്ടു കാണും അല്ലെ? എല്ലാവരും ഫ്ലാറ്റൻ ദ കർവ് എന്നൊക്കെയുള്ള പദങ്ങൾ ഇപ്പൊ എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിരിക്കും ഈ കൊറോണ കാലത്ത്. നമ്മളെല്ലാവരും ഇത്രയും ഗ്രാഫുകൾ കാണുന്നു. ഒരു പക്ഷെ എന്നാണ് ഈ കൊറോണ മുകളിലേക്കാണോ പോകുന്നത്, നമ്മുടെ ഈ ഒരു അവസ്ഥ ഭേദമാവുകയാണോ അല്ല കുറയുകയാണോ എന്നൊക്കെ അറിയുവാനായിട്ട് നമുക്ക് എപ്പിഡെമിയോളജിസ്റ്റിന്റെ ഒരു സേവനം ആവശ്യമാണ്. അവരാണ് ഇതൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഒരു പക്ഷേ വിരലിൽ എണ്ണാവുന്ന കുറച്ച് എപ്പിഡെമിയോളജിസ്റ്റ് മാത്രമേ ഇന്ന് നമുക്ക് ലോകത്തുള്ളൂ. അതിൽ നിന്നും ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിരിക്കും. മൂന്നാമതായി നിങ്ങളോട് തുറന്നു കാട്ടുവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മേഖല എന്ന് പറയുന്നത് എപ്പിഡെമിയോളജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോവിഡ് കാലത്തും ഇതിനു ശേഷവും ഒക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു രംഗമായിരിക്കും എപ്പിഡെമിയോളജി, യാതൊരു സംശയവുമില്ല. ഇനി പ്രതിരോധത്തിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സർവേലൻസും സ്ക്രീനിങ്ങും ഒക്കെ അടങ്ങുന്ന ഒരു ഭാഗത്തിൽ എപ്പിഡെമിയോളജിക്ക് ഒരു പക്ഷേ ഒരു ആധുനിക പരിവേഷം വരുന്ന ഒരു വിഷയമായിരിക്കും ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് അല്ലെങ്കിൽ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ എപ്പിഡെമിയോളജിക്ക് ഉപരിയായി കോവിഡിനെ പോലെ ഒരു മഹാമാരി, ഒരു പാൻഡമിക് നമ്മുടെ സംസ്ഥാനമൊട്ടാകെ, രാജ്യമൊട്ടാകെ, ഇതിനെ ലോകമൊട്ടാകെ പടർന്നു പിടിക്കുമ്പോൾ ഇതിലെ അക്കങ്ങൾ എന്ന് പറയുന്നത്, ഇതിന്റെ വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് ഉപയോഗപ്രദമായി വരും. എവിടെ എത്ര പേർക്ക് എങ്ങനെ ഈ രോഗം വരുന്നു എന്നുള്ളത് പഠിക്കുവാനായി ആ അക്കങ്ങൾ എങ്ങനെയാണ് നാം വിശകലനം ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുവാനും ആ വിവരങ്ങൾ നമുക്ക് ഫീൽഡിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുവാനും കൂടെ ഉള്ള ഒരു മേഖലയാണ് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് എന്ന് നാം പറയുന്നത്. അപ്പൊ അതിൽ നാം വിവരശേഖരണം നടത്തുകയും ആ ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ആ വിശകലനം ചെയ്തതിന് ശേഷം അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കൺക്ലൂഷൻസ് അവ വെച്ച് എന്തൊക്കെയാണ് ഇനി നാം ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഹെൽത്ത് ഇൻഫർമാറ്റിക്സിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ടുള്ള പോക്കിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളും വളരെയധികം ഉപയോഗപ്രദമായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. 1 ന്യൂട്രീഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ, 2 വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ എന്നുള്ളതായിരുന്നു, 3 എപ്പിഡെമിയോളജി എന്നുള്ളതായിരുന്നു, 4 ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് എന്നുള്ളത്. ഇനി കമ്മ്യൂണിറ്റി മെഡിസിന്റെ അടുത്ത ഒരു ഘട്ടം അല്ലെങ്കിൽ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ, അവയെക്കുറിച്ച് നമുക്ക് എല്ലാവരെയും ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് പോലും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഓരോ സമൂഹത്തിലെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അവരിലെ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ, ഒരു രോഗം വന്നാൽ അവർ ആരുടെയെങ്കിലും സഹായം തേടുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള അവരുടെ സ്വഭാവ സവിശേഷതകൾ, ഇവയെ മാറ്റിമറിക്കുവാൻ വരെ ശക്തമായിട്ടുള്ളതാണ് നമ്മൾ ഈ പറയുന്ന അവയർനെസ്. പക്ഷെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങളിൽ നാം ഇരുന്നു എന്നത്. അതുകൊണ്ട് തന്നെയാണ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഏറ്റവും അധികം ഫുൾ പ്രൂഫായിട്ട് ഏറ്റവും മികവുറ്റ രീതിയിൽ നാം അവതരിപ്പിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട മേഖല ഏത് എന്ന് ചോദിച്ചാൽ അത് ആരോഗ്യരംഗം എന്ന് തന്നെയാണ്.
എന്ത് തരം സാങ്കേതിക വിദ്യയാണ്, അതായത് ടെക്നോളജി ഇൻ ഹെൽത്ത് കെയർ എന്നുള്ളത്? നാം ആദ്യം പബ്ലിക് ഹെൽത്തിനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിനെ കുറിച്ച് സംസാരിച്ചു. രണ്ടാമത്തേത് നാം ടെക്നോളജി ഇൻ ഹെൽത്ത് കെയർ എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് തരം സാങ്കേതിക വിദ്യയാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് നമുക്ക് ആവശ്യം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എല്ലാവരും വെന്റിലേറ്ററിനെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാനാകും, അല്ലെ? വളരെയധികം സങ്കീർണതകളിലേക്ക് രോഗാവസ്ഥ മൂർച്ഛിച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സ്വയം ശ്വാസമെടുക്കുവാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഒരു രോഗി, ഒരു വ്യക്തി ചെന്നെത്തുകയാണെങ്കിൽ അവർക്ക് ജീവൻ നൽകുവാൻ, ശ്വാസവായു നൽകുവാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ വെന്റിലേറ്റർ വളരെയധികം പൈസ കൊടുത്ത് സാധാരണഗതിയിൽ നാം വാങ്ങിക്കുന്ന വെന്റിലേറ്ററുകൾക്കും പകരം ഇപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കും, കുറഞ്ഞ വിലയിൽ നമുക്കത് നിർമ്മിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ ഇന്നത്തെ സാങ്കേതിക വിദഗ്ധർ അവരുടെ സംഭാവന ഈ ഒരു കോവിഡ് പ്രതിസന്ധി കാലത്ത് നമുക്കായി നൽകുന്നത്. നമ്മുടെ വലിയ ഗവേഷണശാലകളിലെല്ലാം ഈ ഒരു ചോദ്യം ഇന്ന് മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്നാൽ ഇത് ഒരു തുടക്കം മാത്രമാണ്. വെന്റിലേറ്ററുകളിൽ നിന്നും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാനുള്ള നമ്മുടെ സൂചിയും ആ ബ്ലഡ് അതിനുശേഷം ഒഴിച്ചു വെക്കാവുന്ന ഒരു ചെറിയ കുപ്പി നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. നമ്മൾ എല്ലാവരും ലാബിൽ പോകുമ്പോൾ നമുക്ക് ബ്ലഡ് ഒരു സിറിഞ്ച് വെച്ച് ബ്ലഡ് എടുത്തതിന് ശേഷം ഇപ്പോ ഒരു വാക്യൂട്ടൈനർ എന്ന് പറയുന്ന ഉള്ളിൽ വാക്യൂം സീൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുപ്പിയിലേക്കാണ്, ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്കാണ് ഇപ്പോൾ ആ ബ്ലഡ് ഒഴിക്കുക. പണ്ട് ഗ്ലാസ് സിറിഞ്ചും ഒരു പക്ഷേ ഗ്ലാസ് ടെസ്റ്റ് ട്യൂബും ഗ്ലാസ് ബോട്ടിലുകളും ഒക്കെ വെച്ചിരുന്നതിന് പകരമായി വളരെയധികം നാം ആധുനികവൽക്കരിച്ചുകൊണ്ട് ഏറ്റവും വൃത്തിയായിട്ടുള്ള രീതിയിൽ, ഏറ്റവും അണുവിമുക്തമായിട്ടുള്ള രീതിയിൽ, ഏറ്റവും കുറച്ച് വേദന നൽകുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളാൽ നാം വാക്യൂട്ടൈനർ വരെ എത്തി നിൽക്കുകയാണ്. എന്നാൽ ഇതിൽ മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് ആധുനിക സാങ്കേതിക വിദ്യ നമുക്ക് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അങ്ങനെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് മനുഷ്യനെ നിരാമയനാക്കുവാനും ആരോഗ്യവാനാക്കുവാനും ഒക്കെ സാങ്കേതിക വിദ്യ എത്രമാത്രം നമുക്കൊരു പിന്തുണ നൽകുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ ബയോളജി അധികം ഇഷ്ടമില്ലാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് സാങ്കേതിക വിദ്യയിലൂടെ ആരോഗ്യരംഗത്തിലേക്ക് നൽകാവുന്ന സംഭാവനകൾ ഏറെയാണ്. ഇനി ആദ്യം നമ്മൾ പറഞ്ഞു വാക്യൂട്ടൈനർ മുതൽ വെന്റിലേറ്റർ വരെ, അങ്ങനെ എത്രയോ ചെറിയ 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 ഘടകങ്ങൾ മുതൽ വലിയ 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 ഘടകങ്ങൾ വരെ നിർമ്മിക്കുവാനുള്ള അവസരങ്ങൾ ആരോഗ്യരംഗം നിങ്ങൾക്ക് നൽകുകയാണ്. ഇതെല്ലാം മാനുഫാക്ചറിങ് സെക്ടറിലാണ് പോകുന്നത്. മാനുഫാക്ചറിങ് സെക്ടറിലുള്ള നമ്മുടെ പ്രാവീണ്യം തെളിയിക്കുവാൻ ഇന്ന് ആരോഗ്യരംഗത്തെക്കാളും മറ്റേത് രംഗമാണ് അധികം അവസരങ്ങൾ നൽകുന്നത്? എന്തിനേറെ നമ്മൾ എല്ലാവരും ഇപ്പോൾ കേട്ട് കാണാം, മാസ്കുകൾ മുതൽ PPE അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സ് വരെ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? ഈ കോവിഡ് ബാധിച്ച വ്യക്തികളെ, രോഗികളെ ചികിത്സിക്കുന്ന നമ്മുടെ ആരോഗ്യരംഗത്തെ പ്രവർത്തകർ, അവരെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം. ഈ PPE ഉണ്ടാക്കുന്നത് മുതൽ മാസ്കുകൾ ഉണ്ടാക്കുന്നത് മുതൽ അനേകം 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 കാര്യങ്ങൾ നിർമ്മിക്കുവാനുള്ള അവസരം
ആരോഗ്യരംഗം നിങ്ങൾക്ക് നൽകും. ഒരു പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ ഈ വെന്റിലേറ്റർ മുതൽ വാക്യൂട്ടൈനർ വരെ, PPE മുതൽ മാസ്ക് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ചെയ്തിട്ടുള്ള ഒരു മാതൃക ഉപയോഗിച്ചാണ് ഇന്നും വിനിയോഗിച്ചുകൊണ്ട് വരുന്നത്, ഇവിടെ നിർമ്മിക്കുന്നത്. എന്നാൽ നമ്മുടേതായ രീതിയിൽ കുറഞ്ഞ ചിലവിൽ എന്നാൽ മികവുറ്റ ഗുണമേന്മയുള്ള ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്വയം നിർമ്മിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യ രംഗത്തിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ തെർമോമീറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ കൊച്ചിലെ ഒരു ചെറിയ മെർക്കുറി ഒരറ്റത്തുള്ള ഒരു ഗ്ലാസ് ട്യൂബ്, റീഫിൽ പോലെയുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ആയിരിക്കും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്, കണ്ണാടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു അവിടെ നിന്നും ഇന്ന് നാം ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വരെ എത്തി നിൽക്കുകയാണ്. അതായത് ഒരു വ്യക്തിയെ തൊടുകയെ പോലും ചെയ്യാതെ, സ്പർശനം പോലും ഏൽക്കാതെ നമുക്കൊരു ഇൻഫ്രാറെഡ് റേ നേരിട്ട് നമ്മുടെ നെറ്റിയിലേക്ക് അടിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ചുവന്ന പ്രകാശം മാത്രമേ വരികയുള്ളൂ. അതിൽ നിന്നും നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുവാനുള്ള ഒരു സാങ്കേതിക വിദ്യ വരെ നാം. അപ്പോ ഇതുപോലെ എത്രയോ നൂതനമായിട്ടുള്ള ആശയങ്ങളും നൂതനമായിട്ടുള്ള പരിഹാരങ്ങളും കണ്ടെത്തുവാൻ അനേകം സാധ്യതകൾ തുറന്നു തരുന്ന ഒരു രംഗമാണ് ആരോഗ്യരംഗം. ഇത് കേൾക്കുന്ന സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യമുള്ള, സാങ്കേതിക വിദ്യ പ്രിയങ്കരമായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും നമ്മുടെ ആരോഗ്യരംഗത്ത് ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനായി പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ നാം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ടെലിമെഡിസിൻ ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികം വ്യക്തികൾക്ക്, രോഗികൾക്ക് ആശ്വാസം പകരുന്ന ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് തന്നെയാണ്. ആശുപത്രിയിലേക്ക് നേരിട്ട് വരുവാൻ സാധിക്കാത്ത അനേകം വ്യക്തികൾക്ക് ഒരു ആശ്വാസം പകരുന്നത് ടെലിമെഡിസിൻ തന്നെയാണ്. മറ്റ് രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് രോഗികൾ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോകുകയും യാതൊരു ഭയവും കൂടാതെ തന്നെ നേരിട്ട് നമുക്ക് ആരോഗ്യ പ്രവർത്തകരുമായി സംവദിക്കുവാനും അവരിൽ നിന്നും വളരെ വിലപ്പെട്ട ഉപദേശം നമുക്ക് എല്ലാവർക്കും നേടുവാനും ഒക്കെ സഹായകരമായി തീരും ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഇനിയും ടെലിമെഡിസിൻ രംഗത്ത് നമുക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ അല്പം കൂടെ ലളിതമാക്കിക്കൊണ്ട് എല്ലാവരുടെയും കൈകളിലേക്ക് അനായാസമായി തന്നെ അത് എത്തിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരാശയം. അതിന് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ യുവാക്കളും സാങ്കേതിക വിദ്യയുടെ എല്ലാ വശങ്ങളും വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന വ്യക്തിക്കും ടെലിമെഡിസിനിലൂടെ അനുയോജ്യമായിട്ടുള്ള ആരോഗ്യ ഉപദേശം ലഭിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. അതിന്റെ ഒരു പടി മുന്നോട്ട് പോയി നോക്കൂ. ഇന്ന് നാം റോബോട്ടിക് സർജറിയെ കുറിച്ച് വരെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്, ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഒരു ശസ്ത്രക്രിയ ചെയ്യുവാനായി സർജൻ ഇല്ലാതെ ഒരു റോബോട്ടിക് സർജൻ ചെയ്യുന്ന ഒരവസ്ഥ വരെ നാം എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആരോഗ്യ രംഗത്ത് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അത് സ്പർശിക്കാത്ത ഒരു മേഖല പോലും, ഒരു പ്രവൃത്തി പോലും ആരോഗ്യ രംഗത്തില്ല എന്നാണ് തോന്നുന്നത്. അത്രയധികം സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാടിന്റെ, കേരളത്തിന്റെയും ഭാരതത്തിന്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നൂതനമായിട്ട് ചിലവ് കുറഞ്ഞുള്ള എന്നാൽ നല്ല ഗുണമേന്മയുള്ള സാങ്കേതിക വിദ്യ നമുക്ക് സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ഗവേഷണവും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് രണ്ടാമതായി നിങ്ങളോട് സൂചിപ്പിക്കുവാൻ. അത് ഒരു ആപ്പ് ആകാം, ടെലിമെഡിസിനുള്ള
സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാകാം. ഒരു ആശുപത്രി ചലിപ്പിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാകാം. എന്തിനേറെ ആംബുലൻസുകൾ. ഇന്ന് പല സ്ഥലത്തും നാം ആംബുലൻസുകളുടെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ഒരു രോഗിയെ എത്രയും പെട്ടെന്ന് ഗോൾഡൻ അവർ എന്നുള്ള ഒരു പീരീഡിനുള്ളിൽ, അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന, ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നാം കൃത്യമായ ആ സമയത്തിനുള്ളിൽ എത്തിച്ചു എന്നുണ്ടെങ്കിൽ രോഗവിമുക്തി നേടുവാനും ജീവൻ രക്ഷിക്കുവാനും വരെ സാധിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസുകൾ, അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ, ഇവയൊക്കെ ഏറെ പ്രയോജനപ്രദവും ഒരുപക്ഷെ ആരോഗ്യ രംഗത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സാധ്യതയും ഉള്ള ചില നൂതനമായ ആവിഷ്കാരങ്ങളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും. അപ്പോൾ ആദ്യം നമ്മൾ പബ്ലിക് ഹെൽത്തിനെ, പൊതുജനാരോഗ്യത്തെ കുറിച്ച് സംസാരിച്ചു. 2, നാം സാങ്കേതിക വിദ്യയെ കുറിച്ച് സംസാരിച്ചു. ഇനി 3-ാമതായി എനിക്ക് ആരോഗ്യരംഗത്തെ കുറിച്ച് നിങ്ങളോട് പറയുവാനുള്ളത് ഗവേഷണം എന്നുള്ളതിനെ കുറിച്ച്. നാം എപ്പോഴും ആരോഗ്യരംഗം എന്ന് പറയുമ്പോൾ ഇൻ ആക്ഷൻ ആയിട്ടുള്ള വ്യക്തികളെയാണ് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടിയെത്തുന്നത്, അല്ലെ? വെള്ളക്കൂട്ടിട്ട ഡോക്ടർമാർ, അല്ലെങ്കിൽ യൂണിഫോം ധരിച്ച നഴ്സുമാർ, അവയോടൊപ്പം തന്നെ ടെക്നീഷ്യന്മാർ, ഇവരെയൊക്കെയാണ് നാം ആദ്യം നോക്കുക. എന്നാൽ ഇവയ്ക്കൊക്കെ പിന്നിൽ ഒരുപാട് ഗവേഷണം നടത്തുന്ന അനേകം വ്യക്തികൾ ഉള്ളത് കൊണ്ടാണ് ആരോഗ്യരംഗത്തെ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിരിക്കും. എന്ത് തരത്തിലുള്ള ഗവേഷണമാണ് ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക്. ഞാൻ ആദ്യം പറഞ്ഞ പബ്ലിക് ഹെൽത്തിൽ ഗവേഷണത്തെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അത് വാക്സിന്റെ കാര്യത്തിലായാലും അല്ല എപ്പിഡമിയോളജിയുടെ കാര്യത്തിലായാലും ഒക്കെ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം എന്ന് പറയുന്നത് ഒരു വലിയ പങ്ക് വഹിക്കുന്നതാണ്. ഒരു രാജ്യത്തിൽ ആർക്കൊക്കെ ഈ വാക്സിൻ നൽകണം, അല്ലെങ്കിൽ എപ്പോഴൊക്കെ നൽകണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ വരെ, വാക്സിൻ കണ്ടുപിടിക്കുന്നത് മുതൽ അത് ആർക്കൊക്കെ നൽകണം, എപ്പോ നൽകണം, എവിടെ വെച്ച് നൽകണം എന്നുള്ളതെല്ലാം വരെ ഗവേഷണത്തിലൂടെയാണ് നാം കണ്ടുപിടിച്ച് സ്ഥിരീകരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ തലവേദന വന്നാൽ നമുക്കറിയാം, നമ്മൾ എല്ലാവരും വളരെയധികം ഒരുപക്ഷെ അസ്വസ്ഥരാകും, അല്ലെ? ആ ഒരു തലവേദന മാറ്റുവാനായി നാം കഴിക്കുന്ന ഗുളിക, ഒരു പാരസെറ്റമോൾ മുതൽ മറ്റേതൊരു ഗുളികയായാലും, ഇവയൊക്കെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് സ്ഥിരീകരിച്ചതിന് ശേഷമാണ്, അതിനായിട്ടൊരു പ്രക്രിയയുണ്ട്. ഒരു ഗവേഷണം നടത്തി ഒരു ലാബിൽ അത് കണ്ടുപിടിക്കുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം അത് മൃഗങ്ങളിൽ നാം പരീക്ഷിച്ചു നോക്കണം. അതിനുശേഷം ആരോഗ്യവാന്മാരായിട്ടുള്ള മനുഷ്യരിൽ നമ്മളത് പരീക്ഷിച്ചു നോക്കണം. ഈ അസുഖമുള്ള മനുഷ്യരിൽ നാം പരീക്ഷിച്ചു നോക്കണം. അങ്ങനെ പല തട്ടിലായി ഗവേഷണം നമ്മൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു മരുന്ന് നമുക്ക് ഒരു ഫാർമസിയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കായിട്ട് നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ പല തട്ടിലുള്ള ഗവേഷണങ്ങൾ നടന്നതിന് ശേഷമാണ് നാം ഈ ചുറ്റും കാണുന്ന മരുന്നുകളായാലും അല്ല പലതരത്തിലുള്ള മെഡിക്കൽ എക്വിപ്മെന്റ്സ് നമ്മൾ കാണാറുണ്ട്, അല്ലെ? സാധന സാമഗ്രികൾ നമ്മൾ കാണാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു വാക്യൂട്ടൈനർ മുതൽ ഒരു വെന്റിലേറ്റർ വരെ, ഒരു എക്സ്റേ മെഷീൻ മുതൽ ഒരു MRI മെഷീൻ വരെ, ഇവയെല്ലാം പല തട്ടിലുള്ള ഗവേഷണത്തിലൂടെയാണ് ഇന്നുള്ള ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുന്നത്. ഇനിയും ആ ഗവേഷണം വീണ്ടും 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 നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ മാത്രമേ അത് നമുക്ക് നല്ല രീതിയിൽ
പ്രാവർത്തികമാക്കിക്കൊണ്ട് പുരോഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ആരോഗ്യ രംഗത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും വളരെ കുറച്ച് പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയാണ് ഗവേഷണം എന്നുള്ളത്. ഇനിയും ധാരാളം ഉദ്യോഗാർത്ഥികളും ധാരാളം വ്യക്തികളും ഗവേഷണത്തിൽ മുഴുകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. മരുന്നുകൾ മുതൽ വാക്സിൻ മുതൽ സാധന സാമഗ്രികൾ മുതൽ എല്ലാം ഗവേഷണത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യ രംഗത്തെ കൈപിടിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുകയാണ്. ഇനി നാലാമത്തെ രംഗം എന്ന് പറയുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ആശുപത്രി എന്നുള്ളത് പല മേഖലയിലുള്ള ആരോഗ്യ പ്രവർത്തകരാൽ നിറഞ്ഞതാണ്. ഒരു പക്ഷേ നാം ഒരു ഡോക്ടറിന്റെ പേര് വെച്ചോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ പേര് വെച്ചോ ആയിരിക്കും അവിടെ എത്തിച്ചേരുന്നത്. എന്നാൽ അത് നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുവാൻ, അതിന് നല്ല കാര്യക്ഷമത നൽകുവാൻ മറ്റനേകം വ്യക്തികൾ ആവശ്യമുണ്ട്. അതിൽ ചിലത് ഞാൻ നിങ്ങളോട് പറയാം. എന്റെ അനുഭവത്തിൽ ഞാൻ ഗർഭിണിയായിരുന്ന കാലഘട്ടത്തിൽ മരുന്നുകളൊന്നും തന്നെ കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ തലവേദനയോ കഴുത്തുവേദനയോ കൈവേദനയോ എന്ത് വന്നാലും മരുന്ന് കഴിക്കാതെ എങ്ങനെ ആ വേദനയെ സംഹരിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പേരോട് ചോദിക്കുകയും ഉപദേശം തേടുകയും ചെയ്തു. എനിക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് തോന്നിയ ഒരു കാര്യം ഫിസിയോതെറപ്പിയായിരുന്നു. ആ സമയത്ത് ഞാൻ ഇപ്പോഴും എന്റെ ഫിസിയോതെറപ്പിസ്റ്റിനെ കാണുമ്പോൾ വളരെയധികം ആഹ്ലാദത്തോടു കൂടി തന്നെ അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്റെ ആ ഒരു 9 മാസക്കാലം സന്തോഷപൂർണമായിട്ട് തീർക്കുവാൻ വളരെ വലിയൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്റെ ഫിസിയോതെറപ്പിസ്റ്റ് ആയിരുന്നു. ഫിസിയോതെറപ്പി എന്ന് പറയുന്ന ഒരു മേഖല മാത്രം എന്റെ ഒരു സ്വകാര്യ അനുഭവം നിങ്ങളുമായി പങ്കുവച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഓക്കുപേഷണൽ തെറപ്പി, സ്പീച്ച് തെറപ്പി എന്നിങ്ങനെ അനേകം രംഗങ്ങൾ നമുക്ക് ആരോഗ്യ മേഖലയിൽ ഇന്നുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഒരു ആശുപത്രിയെ അർത്ഥപൂർണമാക്കി തീർക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരു എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു എക്സ്റേ ടെക്നീഷ്യൻ ഉണ്ടാകും. ഒരു ആൻജിയോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു കാർഡിയക് ലാബ് ടെക്നീഷ്യൻ ഉണ്ടാവും. ഒരു ശസ്ത്രക്രിയയ്ക്ക് പോകുമ്പോൾ ഒരു അനസ്തീസിയ ടെക്നീഷ്യൻ അവിടെ ഉണ്ടാകും. അങ്ങനെ അനേകം വ്യക്തികൾ അവരുടെ പ്രാവീണ്യം തെളിയിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചാൽ മാത്രമേ നല്ല സ്ഥാപനം നമുക്ക് കെട്ടിപ്പടുത്തുവാൻ സാധിക്കുകയുള്ളൂ ആരോഗ്യരംഗത്ത്. ഇനി ഇവരെല്ലാം മാത്രം മതിയോ? നല്ല ആശുപത്രി ഉണ്ടാകും, അല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനം ഉണ്ടാകും. ആരോഗ്യ മേഖലയിലും ഇന്ന് ഏറെ പ്രാതിനിധ്യം അർഹിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നു വരുന്ന ഒരു മേഖല എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ മേഖല. ഇത് മറ്റൊന്നുമല്ല, അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഭരണം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു മേഖലയുണ്ട്. ആശുപത്രികൾ എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുക എന്നുള്ളത് അറിയുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. ഇത് തന്നെ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ് എന്നുള്ള ഒരു സംഭവമുണ്ട്. അതായത് ഒരു രാജ്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ആരോഗ്യ മേഖലയെ കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ നോക്കണമെങ്കിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്നുള്ളതിനെ കുറിച്ച് ധാരാളം കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ
ഞാൻ ആദ്യം പറയുകയുണ്ടായി, ഭാരതത്തിൽ ഒരു പക്ഷേ ലോകത്തിൽ തന്നെ വളരെ കുറവ് പൈസ അല്ലെങ്കിൽ തുക ആരോഗ്യത്തിനായി വകയിരുത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എങ്ങനെയായിരിക്കണം യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ഒരു രാജ്യത്തിന്റെ ആരോഗ്യം സുഭദ്രമായി നാം വെക്കണമെന്നുണ്ടെങ്കിൽ എത്ര തുക നാം ചെലവാക്കണം, അല്ലെങ്കിൽ GDP എത്ര ശതമാനം നാം ചെലവാക്കണം, അതിൽ എത്രയായിരിക്കണം പബ്ലിക് എക്സ്പെൻഡിച്ചർ, എത്രയായിരിക്കണം ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായി പഠിക്കുന്ന ഒരു മേഖലയുണ്ട് ഹെൽത്ത് ഇക്കണോമിക്സ് എന്നുള്ളത്. സാമ്പത്തിക ശാസ്ത്രവും ആരോഗ്യരംഗവും ഇടകലരുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് ഇക്കണോമിക്സ് എന്നത്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു രാജ്യാന്തര തലത്തിൽ, ഒരു ദേശീയ തലത്തിൽ, അല്ലെങ്കിൽ ഒരു സംസ്ഥാന തലത്തിലൊക്കെ നമുക്ക് ആരോഗ്യരംഗവും സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് എന്നുള്ളത് നോക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇന്ന് നാം എല്ലാവരും കേൾക്കുന്ന ഒരു പദം ആരോഗ്യം എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് എന്നുള്ളതാണ്. അപ്പൊ ഹെൽത്ത് ഇക്കണോമിക്സിന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത്? എത്രയായിരിക്കണം ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം, എത്രയായിരിക്കണം അതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ ഗുണങ്ങൾ ആർക്കൊക്കെ ലഭിക്കണം, ആർക്കൊക്കെ നൽകണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ഓരോ സമൂഹത്തിനും അനുയോജ്യമായ രീതിയിലുള്ള പാക്കേജുകൾ നൽകുവാനും ഒക്കെ തീർച്ചയായിട്ടും ഹെൽത്ത് എക്കണോമിക്സ് ഇന്ന് ഏറെ പ്രാധാന്യമുള്ള ഒരു മേഖലയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകളെ മാത്രമേ, വിദഗ്ധരെ മാത്രമേ നമുക്ക് ഹെൽത്ത് എക്കണോമിക്സിൽ ഇന്ന് ലഭിക്കുകയുള്ളൂ. പക്ഷെ ആ ഒരു അവസ്ഥ മാറി ഹെൽത്ത് എക്കണോമിക്സ് എന്നുള്ളത് എല്ലാവരും, ആരോഗ്യരംഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപരിചിതമായിട്ടുള്ള ഒരു വിഷയമായി മാറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് സമ്പദ് വ്യവസ്ഥ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഈ ഒരു കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ ആരോഗ്യരംഗത്തെ അത് എങ്ങനെയാണ് ബാധിക്കുക, ആരോഗ്യരംഗം ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുക, ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സന്തുലിതാവസ്ഥ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. അത് പഠിച്ചുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഓരോരോ സമൂഹവും ഓരോരോ രാജ്യവും ഇന്ന് എടുക്കേണ്ടതായിരുന്നു. സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് നാം ഹെൽത്ത് ഇക്കണോമിക്സിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പ്രാധാന്യം ഏറി വരുന്ന മറ്റൊരു മേഖലയാണ് എൻവയൺമെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിസ്ഥിതിയും ആരോഗ്യവും എന്ന് പറയുന്നത്. ഇന്ന് അനേകം കോഴ്സുകൾ നമുക്ക് പരിസ്ഥിതിയും ആരോഗ്യവും എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് ഇന്ന് നമുക്കുണ്ട്. ഒരു പക്ഷെ കൊറോണ എന്നുള്ള ഈ ഒരു വൈറസ് ആക്രമണം നമുക്ക് ലോകത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതായിരുന്നു. ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സാഹചര്യത്തിൽ അത് പ്രകൃതിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അത് മനുഷ്യനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, മനുഷ്യന്റെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായി പഠിക്കുവാനും പരിസ്ഥിതിയും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കുവാനും അതിനനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതചര്യയിലായാലും നമ്മുടെ ഭക്ഷണക്രമത്തിലായാലും നമ്മുടെ ആരോഗ്യ രീതികളിലായാലും പരിഹാരങ്ങളിലായാലും കണ്ടുപിടിക്കുവാനുള്ള ഒരു മേഖലയാണ് എൻവയൺമെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ പരിസ്ഥിതിയും ആരോഗ്യവും. ഇതും ഭാവിയിൽ വളരെയേറെ പ്രാതിനിധ്യം ഉണ്ടാകാൻ പോകുന്ന ഒരു മേഖല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ തന്നെ കീഴിൽ മറ്റൊരു മേഖല ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നുള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് പ്രാതിനിധ്യമുള്ള ഒരു മേഖലയും കൂടിയാണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുന്നത്. വ്യാവസായിക രംഗത്തുള്ള പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ആരോഗ്യം എന്നുള്ളത്. അപ്പോ പരിസ്ഥിതിയും ആരോഗ്യവും എന്നുള്ളതിന്റെ കീഴിൽ തന്നെ നമുക്ക് പല തരത്തിലുള്ള
കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അവലോകനം ചെയ്യുവാനും പഠിക്കുവാനുമുള്ള അവസരങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കും. അതിൽ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇനി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഐയോടുകൂടി നമുക്ക് ആരോഗ്യരംഗത്തെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കേട്ട് കാണും ജെനറ്റിക്സ് എന്നുള്ളതിനെ കുറിച്ച്, അല്ലെ? എന്റെ കുട്ടിക്കാലത്തൊക്കെ ക്ലോണിങ് ആദ്യമായിട്ട് ഡോളി എന്ന് പറയുന്ന ഒരു ചെമ്മരിയാടിനെ ക്ലോൺ ചെയ്യുന്നതിന്റെ കഥകളൊക്കെ പത്രങ്ങളിൽ വായിക്കുന്നതും അത് വായിച്ച് വളരെയധികം പൂരിതയാവുന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ജെനറ്റിക്സ് എന്നുള്ളത് ഇന്ന് ഏറെ അവസരങ്ങളും സാധ്യതകളുമുള്ള ഒരു മേഖലയായി ആരോഗ്യരംഗത്ത് വന്നുകൊണ്ട് ജെനറ്റിക്സിലൂടെ നമുക്ക് ജനിതകമായിട്ടുള്ള രോഗങ്ങളെ കുറിച്ച് പഠിക്കുവാനും ജനിതകമായിട്ടുള്ള ആ രോഗാവസ്ഥകൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാനും ഇനി അതിലുപരിയായി മനുഷ്യന്റെ ജീൻസിൽ നിന്നും ആ ഒരു ജനിതക ഘടനയിൽ നിന്നും നമുക്ക് അതിന്റെ ഭാവിയിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ വരില്ല എന്നുള്ളത് വരെ കണ്ടുപിടിക്കുവാനുമുള്ള സാധ്യതകൾ ഉള്ളതായാണ് ശാസ്ത്രജ്ഞർ അറിയിക്കുന്നത്. ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. ഒരുപാട് അവസരങ്ങളുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു രംഗത്തിന്റെ ഒരു അഗ്രം മാറ്റമാണ്, ഒരറ്റം മാത്രമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത തലമുറ ആകുമ്പോഴേക്കും പക്ഷേ ജെനറ്റിക്സ് വളരെ അധികം പടർന്ന് പന്തലിക്കുന്ന ഒരു മേഖലയായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പല രോഗങ്ങൾക്കും ഇന്ന് മരുന്ന് കണ്ടുപിടിക്കുന്നത് നാം ജെനറ്റിക്സ് എന്നുള്ള ഒരു മേഖലയിലൂടെയാണ്. ഇതിനായി സ്റ്റെം സെൽ റിസർച്ച് ഉണ്ട്, മറ്റനവധി കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോ ഇങ്ങനെ വളരെയധികം കൗതുകം തോന്നുന്ന പല മേഖലകളും നമുക്ക് ഇന്ന് ആരോഗ്യ രംഗത്തുണ്ട്. ജെനറ്റിക്സ് മുതൽ സ്പേസ് മെഡിസിൻ വരെ, അതായത് നമ്മൾ ബഹിരാകാശത്തിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക, അവിടെ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പോലും ഇന്ന് നമുക്ക് ധാരാളം അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജെനറ്റിക്സ് മുതൽ സ്പേസ് മെഡിസിൻ വരെയുള്ള ഒരു വലിയ ഒരു സ്പെക്ട്രമാണ് നമ്മൾ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം അവസരങ്ങൾ ഒരുക്കി തരുന്ന ഈ ഒരു ആരോഗ്യ മേഖലയിലേക്ക്, ആരോഗ്യ രംഗത്തേക്ക് ഇനിയും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാലെടുത്ത് വെക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഈ കഴിഞ്ഞ വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഭാരതത്തിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കായി ഏറ്റവും അധികം വ്യക്തികൾക്ക് ജോലി നൽകിയ ഏതൊക്കെ രംഗങ്ങളാണ് എന്നുള്ളതിന്റെ ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ 4-മതായിരുന്നു ആരോഗ്യരംഗം എന്നാണ് കണ്ടെത്താൻ സാധിച്ചത്. ജനലക്ഷങ്ങൾക്ക് ഉദ്യോഗം നൽകുന്നതിനോടൊപ്പം തന്നെ ജനഹൃദയങ്ങളിൽ നിങ്ങൾക്കൊരു ഇടം പിടിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ആരോഗ്യരംഗം നൽകുന്നത് എന്നുള്ളത് ഓർക്കണം. കാരണം മറ്റേതൊരു ജോലിയേക്കാളും മനുഷ്യ മനസ്സിനെ, മനുഷ്യ ജീവിതങ്ങളെ സ്പർശിക്കാൻ സാധിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയാണ്. ഇനിയും ധാരാളം അവസരങ്ങളും സാധ്യതകളും ഉണ്ട്. എല്ലാം ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങളിലൂടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പറയാൻ എനിക്കൊരു അവസരം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ വെബിനാർ സജ്ജീകരിച്ച നമ്മുടെ എസാപ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എനിക്കിതിനായ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. മാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ ജൂബി. ഓക്കെ, ഇതില് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കേൾക്കാമോ മാം? കേൾക്കാം. ഇന്ദിരാമണി ചോദിച്ചിരിക്കുകയാണ്, ഇസ് ദ നീഡ് ടു യൂസ് AI, that is artificial intelligence, in the healthcare sector becoming inevitable now? If so, are we having enough skilled manpower? If not, are we doing enough to train and create jobs? AI എന്ന് പറയുന്നത് തീർച്ചയായിട്ടും
ആരോഗ്യ രംഗത്തിലേക്കും കടന്നു വന്നിരിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. So artificial intelligence definitely has its presence in the healthcare sector as well. I was just talking about robotic surgery, which is something that happened, which is based on AI, on artificial intelligence. Now, apart from that, when I was talking about telemedicine and asking people to innovate in telemedicine, AI is one technology that needs to be used extensively in that field too. Because even if there is no doctor at the other end, at least for the preliminary screening methods, definitely artificial intelligence can be used. And there are places where artificial intelligence is being used as a method of screening as well, especially in emergencies, in case of triaging, in case of community surveillance, in case of community screening, etc. Artificial intelligence is a tool that can be deployed extensively, and it's extremely time saving, and it's very frugal as far as resources are concerned as well. So the place for artificial intelligence in healthcare, yes, it is a big resounding yes for me. But are we equipped for it? I'm afraid we are not. We are still in the stage of developing adequate technologies based on artificial intelligence, which can chip in along with human beings in healthcare sector. Now, whether it can completely replace human beings is another question that gets usually asked. Unfortunately, I think that medical field or healthcare sector should not be one that is completely conquered by technology or by artificial intelligence alone. At the end of the day, a human being understanding another human being and offering solace from his or her suffering and pain is irreplaceable in the healthcare sector. Now, one field which I didn't talk about in my lecture right now was mental health. Now, anybody who comes to you in any kind of pain, or anyone who is about to undergo a procedure, will definitely have a certain sense of anxiety, will have a certain sense of depression, or his mental health is definitely not going to be in the best when he is going through a physical ailment. So when a human being comes and meets you and offers you solace and tells you that you're going to be fine, you're going to be all right, I think it definitely does make an effect, a calming effect, a soothing effect on the mental health of the person as well. So as a doctor or as a patient, I don't think I would want to be treated completely by machines alone in a world devoid of human beings around me. So I would say that medical field or healthcare sector is one area where you have to very cleverly use artificial intelligence as the right hand of the human healthcare professional, and not really completely replace human beings, for the entire spectrum of processes. Probably, one aspect of that spectrum of healthcare delivery can be taken care of by artificial intelligence technologies. So, I hope I have answered your question. Thank you. Okay, ma'am, the next question is by Mr. Vinod Velayudan. He says, as Kerala has created a goodwill around the globe for its high professionalism in healthcare management, do you think Kerala can be a hub for medical tourism? Yes, definitely. I think Kerala is already one of those states which are espousing medical tourism right now. But as of now, we have probably proved our mettle in other forms of medicine other than modern medicine, which includes Ayurveda and yoga and naturopathy, etc. We have a lot of tourists who come in here for Ayurvedic treatments day in and day out, and we keep seeing that all the way through. But definitely now in modern medicine as well, there is a lot of goodwill that we have garnered from across the world with the way we have handled both the Nipah attack as well as the COVID pandemic now. And I think medical tourism is a sector which opens up a lot of opportunities for the young professionals here, wherein it is interdisciplinary as it combines two
very interesting sectors, which is medicine and tourism. So definitely that is a big yes from me. And when we look into medical tourism, one one thing that we need to be cautious about is the fact that it should not come at the cost of our own community health. Medical tourism is good as long as we have enough infrastructure and we have enough facilities to cater to both our own population as well as those from outside. So unless we are prepared for it, we shouldn't open doors to everybody indiscriminately, because that's a lesson which a lot of countries have taught us, in fact, when it comes to medical tourism. So in a world without borders right now, I think it's only right that we open our doors to people across, but at the same time, we have to ensure that we are equipped for it, as far as our infrastructure as well as our professionals are concerned in the health sector. Over to you, GB. Gerlin Xavier asks, what are the barriers to nurse-led clinical research in critical care and how do we overcome them? Sorry, could you repeat that? What are the barriers to? Nurse-led clinical research in critical care, Okay. and how do we overcome them? Hello? Yeah, ma'am, Ketarna. Sorry, I couldn't follow. I can hear clinical research bit. Nurse-led clinical research Huh. in critical care, Okay. and how do we overcome them? Is that Now, nurse-led. Yeah. Hello? yes. Nurse-led clinical research Yeah. in critical care, and how do we overcome them? Okay. See, I don't think that nurse-led clinics as such is a concept that is in vogue in the Western countries right now. In India, we really don't have too many nurse-led clinics, first of all, to begin with. As far as India's context goes, nurse-led clinical research actually should happen in a very big way, because we have a lot of places, especially in rural India, where the outreach activities by a doctor is not possible. And as I mentioned, we have for us, actually, better than nurse-led clinical research, we should have ASHA worker-led clinical researchers. We are talking about nurse-led clinical research when it comes to, say, UK or any country in the Western world like that. So there are barriers for that when it comes to the Western world. But I think in India, more than even nurse-led clinical research, we should look at ASHA worker-led clinical researchers even, because they are actually the foot soldiers out there in the field. And the next person they come to are the nurses. So, both of them in combination can actually result in a lot of research activities, albeit we give them the right kind of orientation and training for that. Now, in critical care, hello? Yes, Parnul. Okay, yeah. So in critical care, when we are talking about research activities in critical care, I think it is inevitable that a complete systemic approach to research is inevitable when it comes to critical care research. And emergency medicine is another area which is actually coming up very well in our country. Till a few years ago, we did not have an MD in emergency medicine as a specialty even, but today we have a whole set of professionals who work in emergency medicine, as well as anesthetists who manage the critical care unit as well. So these are two areas: critical care medicine as well as emergency medicine are two areas which require a lot of importance in today's world. And I'm sure researchers in the critical care setting as well as in emergency medicine setting, both in rural as well as in urban sector, will do a lot of good. And critical care as such is an emerging specialty in India. So as I said, right now we have anesthetists who
actually run most of the critical care units, and we have fellowships in critical care medicines, which which are available for people who are interested in specializing in critical care. And as I said, a lot of technology oriented work actually happens in critical care medicine. So it is important that people who are working in that setting are are also well versed with technologies, because that is one area where a lot of technological innovation can take place. And I think research is equally important in ensuring that this kind of progress happens in critical care medicine. One of the biggest barriers I find in this area is that the, one, the fact that research is probably not our first priority in our country, which needs to change, because one has to understand that research actually gives way give to a lot of innovation, and which needs to be region specific and country specific. And hence it is important that we encourage a lot of research in critical care medicine. And second, as I said, it is a very tech savvy area as well. So for that reason, perhaps it's a different kind of orientation that comes in there with respect to healthcare professionals and technology. So someone who can actually take both in the same walk and move ahead should definitely be doing research in that area as well. Right. Ma'am, the next question goes, how can we achieve a useful and practical protocol offering a real solution to the problems of providing care at the local level? Okay. Yeah, I think this is the right time to think about it, because more than ever before in the in our lifetimes at least, I don't think we have seen or witnessed an event of this magnitude, which has stressed the importance of public health like never before. The fact that Kerala has been doing well in this problematic situation is also due to the fact that our levels of primary health care has been incredibly good. And that's why I started off with the history of Travancore, wherein we were a society that actually gave a lot of importance to healthcare at local level too. And that we have continued it and developed upon that foundation that we received actually stands us in good stead today. So that's one reason why I think we should talk about delivering healthcare locally, as to how important that aspect of healthcare is. It's not always about the best giving healthcare delivery, but it's also about collaborating the resources at the field level and providing adequate healthcare at a hand's reach to everybody possible. The fact that healthcare system has to be inclusive lies on this very fact of providing healthcare system locally. Now, how do we actually develop a protocol for this? I think Kerala is one place where we have successfully implemented the three-tier government system, which is the decentralization process or the local self-governing process. Now, if we can use a similar model for healthcare system and develop a protocol based on that, the needs should actually rise from the grassroots level. There should be an active surveillance that keeps happening at the field level, especially in times like this, as we are doing right now. But even after this, we can always enter into a passive surveillance as far as healthcare goes. And once the surveillance becomes fruitful, an intact referral system is what is needed next. Exactly where to go, when to go, how to go. Now, that is something which has been established fairly well in Kerala.
And we can definitely make use of that when we construct a protocol for healthcare delivery locally in our system. And with use of awareness campaigns as well as technology in the form of telemedicine, it's definitely something that is doable in Kerala. And with the current system of local self-governing bodies and with the current system of referral system in the public healthcare sector, it would be wise for us to include the private players also in and form a protocol which involves all the stakeholders in the world of healthcare in order to give the best healthcare delivery at the local care system. Yes, Jubi. Okay. Ma'am, the next question is, what are the scopes and opportunities for professional social workers and IT specialists post COVID-19? For professional, what? For professional social workers Okay. and IT specialists post COVID-19. Okay. Just a moment. Okay, so professional social workers, definitely, those who have finished their MSW or any other course which is relevant to social work in the post-COVID-19 scenario, as I said, there is a great need for social workers at the field level for two reasons. One, for creating the awareness that I had already mentioned to you for the IEC activities. Two, for passive surveillance as well as reporting. Now, these are two areas where social workers can actually contribute a lot. Now, these are highly influential people who can, in fact, tweak or alter the behavioral health-seeking behavior in our population. Now, for that reason, I think social workers need to play a very important role in the COVID-19 scenario to ensure that the population still remains healthy and to pick up the slightest hint or the slightest warning sign from amongst the public. So to give the right message, to ensure that awareness is widespread, to do proper surveillance, to ensure that they pick up warning signs. I think these are the four things which people can do in the post-COVID scene. And for IT professionals, I think I had already mentioned during the course of my talk that technology is definitely one of the areas that healthcare sector leans upon today. And, IT professionals, loads of opportunities from artificial intelligence to telemedicine to, I think, right from telemedicine to artificial intelligence, to health informatics. It's a whole lot of interesting stuff out there for you guys. So I think healthcare sector definitely leans a lot on IT professionals in the coming years, definitely in the post-COVID era. As I said, from surveillance to screening to telemedicine, there are umpteen number of opportunities for IT professionals, definitely. Ma'am, we have the last question. Yeah, tell me. Actor Kamal Hassan recently called for an epidemic preparedness budget for the healthcare sector. Is that possible in a country where defense is seen as a more noteworthy proposition than healthcare? Well, I think the finance minister of the country has to answer that question. But nevertheless, I think, jokes apart, I think definitely India has to now gear up and start taking health into its hands actively. We have to get out of the COVID crisis as soon as possible. And once we do that, I was talking to you about health economics in talk. And, once we do that, we really need a solid study in health economics, trying to figure out how economics and our healthcare sector are actually
intertwined with each other and ensure that our budget is one that is definitely healthy as well as health friendly. They say that for us, we have way less than less than 10 physicians per 10,000 people, and if I remember right, we have 8.5 beds per 10,000 people, and we have 8 physicians per 10,000 people, whereas Japan and South Korea and countries which are way ahead than us in the healthcare sector have something like more than 100 beds, and where we are talking about 8 beds. So there is a long distance that we have to cover in the healthcare sector, and this is definitely not going to be possible unless we improve the public expenditure in public expenditure in our country as far as our healthcare sector goes. It's high time that we put health on priority, whether it comes to governance, whether it comes to economics, whether it comes to budget, whatever it is. Now we have understood that it's just a virus that takes to actually bring our entire world to a standstill. So it's a great lesson that we learned from this experience, and when we emerge out of it successful, we definitely have to carry those lessons with us. And what is the biggest defense that we have now? The biggest defense is our immunity. The biggest defense is our healthcare sector. The biggest defense is our health, frontline warriors in the healthcare sector. And it's high time that we actually start improving the infrastructure for all of them and improving the healthcare defense in our country. So I honestly hope that it happens really soon. Okay, ma'am, that was our last question for today. And we would like to thank you for spending almost more than an hour with us, taking in questions from the ASAP team. And we hope we will be having more interesting sessions with you in the future. Thank you, ma'am. Thank you for talking. Thanks, Shubhi. Thank you.